ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയും പ്രാർത്ഥനകൾ നേരുകയും ചെയ്യുന്നു. സ്മൈൽ ആൻഡ് സ്റ്റാർട്ട് യുവർ ഡേ വിത്ത് ജീസസ് ഈ പ്രോഗ്രാമിലേക്ക് സ്നേഹത്തോടെ നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. സിബി വർഗീസ് പായിക്കാട്. സങ്കീർത്തനം 31:7 സങ്കീർത്തന പുസ്തകം സാംസ് 31:7 സങ്കീർത്തനം 31:7 ഇപ്രകാരം മനോഹരമായി പറഞ്ഞു വച്ചിരിക്കുന്നു: അങ്ങയുടെ അചഞ്ചല സ്നേഹത്തിൽ ഞാൻ ആനന്ദമടയും. അങ്ങയുടെ അചഞ്ചല സ്നേഹത്തിൽ ഞാൻ ആനന്ദമടയും. വളരെ മനോഹരമായ വചനമാണ്. അവിടുന്ന് എൻ്റെ ദുരിതങ്ങൾ കണ്ടിരിക്കുന്നു. അവിടുന്ന് എൻ്റെ ദുരിതങ്ങൾ കണ്ടിരിക്കുന്നു. എൻ്റെ യാതനകൾ അങ്ങ് ശ്രദ്ധിച്ചിരിക്കുന്നു. I will rejoice and be glad in your steadfast love, because ye have seen my affliction, ye have known the distress of my soul. I will rejoice and be glad in your steadfast love, because ye have seen my affliction, and you have known the distress of my soul. കത്തോലിക്ക സഭയുടെ യുവജന മതബോധന ഗ്രന്ഥത്തിലെ 9ാമത്തെ ചോദ്യവും ഇതുമായി ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. ഈ ചോദ്യവുമായി ഈ ഒരു വചനവുമായി ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. അതിങ്ങനെയാണ് ആ ചോദ്യം ചോദിക്കുക: ദൈവം സ്വപുത്രനെ നമ്മുടെ അടുക്കലേക്ക് അയക്കുമ്പോൾ അവിടുന്ന് തന്നെ സംബന്ധിച്ച് എന്താണ് നമുക്ക് കാണിച്ചു തരുന്നത്? ദൈവം സ്വപുത്രനെ നമ്മുടെ അടുക്കലേക്ക് അയക്കുമ്പോൾ അവിടുന്ന് തന്നെ സംബന്ധിച്ച് എന്താണ് നമുക്ക് കാണിച്ചു തരുന്നത്? What does God show us about himself when he sends his son to us? God shows us in Jesus Christ the full depth of his merciful love. അവിടുത്തെ അനന്തമായ കാരുണ്യത്തിൻ്റെ സ്നേഹം നമ്മിലേക്ക് ദൈവം കാണിച്ചു തരികയാണ്. ദൈവം യേശുക്രിസ്തുവിൽ തൻ്റെ കരുണാപൂർവമായ സ്നേഹത്തിൻ്റെ തികഞ്ഞ അഗാധത നമുക്ക് കാണിച്ചു തന്നു. എത്ര മനോഹരമായിട്ടാണ് പറഞ്ഞു വയ്ക്കുക. അപ്പം ദൈവം എത്രമാത്രം നമ്മുടെ എല്ലാ പ്രശ്നങ്ങളുടെയും ഉത്തരം ദൈവത്തിൻ്റെ പക്കലുണ്ട്. നീ എത്ര തകർന്നവനായിക്കോട്ടെ, എത്ര സങ്കടത്തിൻ്റെ അങ്ങേയറ്റത്ത് നിൽക്കുന്ന ആളായിക്കോട്ടെ, കർത്താവ് എന്നെയും നിങ്ങളെയും സ്നേഹിക്കുന്നത്, ദൈവം എന്നെയും നിങ്ങളെയും സ്നേഹിക്കുന്നത് യേശു ക്രിസ്തുവിലൂടെയാണ്. യേശു ക്രിസ്തു നമ്മുടെ ഒപ്പമുണ്ട്. അദൃശ്യനായ ദൈവം യേശു ക്രിസ്തുവിലൂടെ ദൃശ്യനായി തീരുകയാണ്. നമുക്കറിയാം, ദൈവത്തെ നമുക്ക് കാണിച്ചു തന്നത് ഈശോയാണ്. അവിടുന്ന് നമ്മെപ്പോലുള്ളൊരു മനുഷ്യനായി തീരുന്നു. ദൈവത്തിൻ്റെ സ്നേഹം എത്രമാത്രം കവിഞ്ഞൊഴുകുന്നു എന്നത് ഇത് വ്യക്തമാക്കുകയാണ്. അവിടുന്ന് നമ്മുടെ ഭാരമെല്ലാം വഹിക്കുന്നു. ഓരോ വഴിയിലും അവിടുന്ന് നമ്മോടൊത്ത് നടക്കുന്നുണ്ട്. ഏത് സാഹചര്യത്തിലൂടെ നാം നടന്നാൽ, ഏത് ചെറിയ കാര്യം ചെയ്യുമ്പോഴും വിശ്വസിക്കണം, കർത്താവ് നമ്മോടൊപ്പമുണ്ട്. അത് തീർച്ചയാണ്, യാതൊരു സംശയമില്ല. വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഒരു കാര്യം സത്യമാണ്: ദൈവം എന്നോടും ഒപ്പമുണ്ട്, നിങ്ങളോടും എന്നോടും ഒപ്പമുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ പരിത്യക്ത അവസ്ഥയിലും നമ്മുടെ സഹനങ്ങളിലും നോക്കി, അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്, നമ്മുടെ സഹനങ്ങളിലും നമ്മുടെ മരണഭീതിയിലും അവിടുന്ന് സന്നിഹിതനാണ്. നാം അങ്ങേയറ്റത്ത്, അതായത് നമ്മുടെ സഹനത്തിൻ്റെ അങ്ങേയറ്റത്ത് ചെന്നെത്തി നിൽക്കുമ്പോഴും ഇനി രക്ഷയില്ല എന്ന് ചിന്തിക്കുമ്പോഴും ദൈവം നമ്മോടൊത്ത് സന്നിഹിതനാണ്. അങ്ങേയറ്റത്ത് ചെല്ലുമ്പോഴും അവിടുന്ന് സന്നിഹിതനാണ്. ജീവനിലേക്കുള്ള വാതിൽ നമുക്കായിട്ട് തുറന്നു തരാൻ വേണ്ടിയാണത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒരിക്കലും വിചാരിക്കരുത് ദൈവം നമ്മെ കൈവിട്ടുവെന്ന്. അത് ഒരു നിരാശാബോധത്തിലേക്ക് ചെല്ലുന്നൊരവസ്ഥയാണ്. നിരാശപ്പെടാതെ പ്രത്യാശയോടെ ജീവിക്കാനാണ് ദൈവം എന്നെയും നിങ്ങളെയൊക്കെ വിളിക്കുന്നത്. I will rejoice and be glad in your steadfast love, because you have seen my affliction and you have known the distress of my soul. എൻ്റെ വേദനകൾ ദൈവം അറിയുന്നുണ്ട്. എൻ്റെ എല്ലാ പ്രശ്നങ്ങളും ദൈവം അറിയുന്നുണ്ട്. ദൈവം അറിയാതെ നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. അത് മനസ്സിലാക്കുക. അതുകൊണ്ട് സന്തോഷത്തോടെ ഈ ദിവസം
ദൈവം എൻ്റെ കൂടെയുണ്ട് എന്നുള്ള വിശ്വാസത്തോടെ സന്തോഷത്തോടെ ഈ ദിവസം മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ആമേൻ.